ഹായ് ഹലോ, ഇത് നമ്മുടെ പൂരം വ്ളോഗാണ് കേട്ടോ. കുറച്ച് വൈകി പോയി ഇടാനായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളായി പോയിട്ടോ. അപ്പോൾ എല്ലാ വീഡിയോസും പുറകെ ഇടാം. നാലുപേരും സുന്ദരിയും സുന്ദരനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അവിടെ നിന്നുള്ള പടയണി ഇറങ്ങി തുടങ്ങിയായിരുന്നു. ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് പോയത്. പറയും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും ഒന്നും വൈകിയായിരുന്നു. അതുകൊണ്ട് തന്നെ പറ എടുക്കാൻ കയറിയപ്പോഴേക്കും നമ്മുടെ പകൽപ്പൂരം ഉള്ളിൽ കയറിയായിരുന്നു. പിന്നെ ഉള്ളിൽ കുറച്ച് നേരം കൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പടയണിയും 4 വശത്തു നിന്നുള്ളത് വരും കേട്ടോ. അപ്പോൾ അത് വരുന്നവരെ നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാം. അവിടെ പൂരി സേവ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നിന്നെങ്കിലും അവിടെ എല്ലാം ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഐസില്ല. അവിടെ കുറച്ച് നേരം ക്യൂ നിന്നിട്ട് തിരിച്ച് പോകുന്നതെന്ന് വെച്ചാൽ പടയണി കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതും മഴ പെയ്തത് ഒരുമിച്ചായിരുന്നു കേട്ടോ. നല്ല ഇടിവെട്ട് മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പടയണി ഒന്ന് കുളമായിരുന്നു. എങ്കിലും നമ്മുടെ നിച്ചുക്കുട്ടൻ എല്ലാ രൂപത്തിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്തിട്ടോ. ഭദ്രകാളിയുടെ ഒക്കെ അടുത്ത് പോയി പേടിക്കുമെന്നൊരു പേടിയാണ്. പക്ഷെ അവൻ ചിരിച്ച് കളിച്ച് സൂപ്പറായിട്ട് ഇന്ന് ഫോട്ടോ എടുത്തുട്ടോ. പടയണി പക്ഷേ ഒന്ന് മഴ തോർന്നപ്പോൾ തന്നെ പിന്നെയും അവർ തുടങ്ങിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചുചേട്ടൻ ഉണ്ടായിരുന്നു. ഒരാൾ സച്ചുചേട്ടനെ കാണണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി പിടിക്കാനായിരുന്നു കേട്ടോ. അവസാനം അവൻ പോയി 2 ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കൈ കൊടുത്തപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പടയണി വീണ്ടും തുടങ്ങിയത്. ഈ കഥകളിയുടെയൊക്കെ വേഷം കെട്ടിയിട്ട് അവർ വന്നിരിക്കുകയാണപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. അത്രയും മേക്കപ്പൊക്കെ ചെയ്തിട്ട് വന്ന് നിന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ എന്നോർത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ മഴയൊക്കെ തുറന്നപ്പോൾ എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു. നല്ല കൊട്ടും ബഹളവും എല്ലാവരും റോട്ടിൽ കിടന്ന് ഡാൻസും കൂത്തൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു വൈബാണ് നമ്മുടെ ഈ ഉത്സവം എന്ന് പറയുന്നത്. എല്ലാവരും ഇളവക്കരയിലുള്ള എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം ഈ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ടാണ്. ഒരു 11:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നിട്ട് പിന്നെ ഒരു ഹോട്ടലിൽ കയറി നിച്ചു. നമ്മൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കറിയും നിച്ചു. പിന്നെ ബിരിയാണി റൈസ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഹാഫ് ബിരിയാണി റൈസ് വാങ്ങിയാണ് കേട്ടോ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ സച്ചുചേട്ടൻ വാങ്ങിയ ഐസ്ക്രീമാണ് കേട്ടോ കഴിച്ചത്. അങ്ങാടും ഇങ്ങാടും ഞങ്ങൾ മാറി മാറി കഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങി. നമുക്ക് പിറ്റേ ദിവസം ചേച്ചിയുടെ വീട്ടിലോട്ട് പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വ്ളോഗൊക്കെ പുറകെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.